Okay. Hi, hello. Good evening. Welcome to Polygrad PYQ session of June exam. നമ്മുടെ NTA ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്ന ജൂൺ 2024 എക്സാമിന്റെ പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എന്താ പറയാ, ഇതിന് മുന്നേയും PYQ സെഷൻസ് ചെയ്തതുപോലെ ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങളെയും കൂടി ഒന്ന് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ടൈം വന്ന് പിന്നീട് അതിന്റെ ആൻസറിലേക്കും എക്സ്പ്ലനേഷനിലേക്കും നീങ്ങുന്നതായിരിക്കും. എനിവേ, ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. So the first question is, identify the list of 4 quadrants of the courses hosted on SWAYAM. So, 5 options in തന്നിട്ടുണ്ട്. അതിലെ 4 എണ്ണം ഏതാണെന്നാണ് ചൂസ് ചെയ്യുന്നത്. So self assessment test is video lecture, online discussion forum for clearing the doubts, specially prepared reading material that can be downloaded or printed, face-to-face interaction among learners. ഇതിൽ സ്വയത്തിന്റെ 4 quadrants ഏതൊക്കെയാണെന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. Okay, option B varande. Anyway, the correct answer is option B. So I think the course face-to-face interaction among learners illa. 4 quadrants of SWAYAM is video lecture, specially prepared reading material that can be downloaded or printed, self-assessment tests through tests and quizzes, and online discussion forum for clearing the doubt. ഇതാണ് സ്വയത്തിന്റെ 4 quadrants എന്നുള്ളത്. ബേസിക്കലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതൊരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്നുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: a sum of 50 is divided among A, B and C in such a way that A gets 5 less than B, B gets ₹10 less than C. What is the ratio of their money share? So തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവർ 3 പേരെന്നല്ല, ഹോൾ ടോട്ടൽ മണി എന്നുള്ളത് എന്താണ്? 50 rupees ആണ് അല്ലെ? 50 rupees ആണ് എയും ബിയും സിയും എന്താണ് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതില് A gets 5 less than B. So A മണി എന്നുള്ളത് എന്താണ്? ബിനെക്കാളും 5 രൂപ കുറവ്. ആൻഡ് ബി ഗെറ്റ്സ് 10 ലെസ് ദാൻ സി. ബിക്ക് സിനെക്കാളും 10 കുറവ്. സോ നമുക്ക് എന്ത് ചെയ്യാം? സിക്ക് കിട്ടുന്ന മണി ലെറ്റ് റുപ്പീസ്, സിന്റെ റുപ്പി എന്നുള്ളത്, സിക്ക് കിട്ടിയ മണി എന്നുള്ളത് നമുക്ക് എന്താ എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, സിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു മണി എന്നുള്ളത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബിന്റെ എന്തായിരിക്കും? ബി ഗെറ്റ്സ് 10 ലെസ് ദാൻ സി എന്നാ പറഞ്ഞത്. അപ്പൊ ബിന്റേത് എന്നുള്ളത് എന്തായിരിക്കും? എക്സ് മൈനസ് 10 ആയിരിക്കും അല്ലെ? എന്റേത് എന്താണ്? ബിനെക്കാളും 5 രൂപ കുറവാണ് എക്ക്. സോ ബിന്റേത് എക്സ് മൈനസ് 10 ആണെങ്കിൽ എന്റേത് എന്താണ്? എക്സ് മൈനസ് 10 മൈനസ് 5 വിച്ച് ഈസ് എക്സ് മൈനസ് 15. ഈസ് ഇറ്റ് ക്ലിയർ? നമ്മൾ അടുത്തത് മനസ്സിലായോ? സോ നമുക്കിപ്പോ എന്ത് മനസ്സിലായി? സിന്റേത് എക്സ്, ബിന്റേത് എക്സ് മൈനസ് 10, സി ഏണ്ടത് എക്സ് മൈനസ് 15. ഇത് ഹോൾ ടുഗദർ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 50 കിട്ടണം. സോ എക്സ് മൈനസ് 15 പ്ലസ് എക്സ് മൈനസ് 10 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 50 rupees. സോ എക്സ് പ്ലസ് എക്സ് 3x മൈനസ് 15 മൈനസ് 10 ദാറ്റ് ഈസ് മൈനസ് 25 ഈസ് ഈക്വൽ ടു 50. സോ 3x ഈസ് ഈക്വൽ ടു 75. X is equal to 25. X 25 മീൻസ് എന്താണ്? സിക്ക് കിട്ടിയിട്ടുള്ള തുക എന്നുള്ളത് 25 രൂപയാണ്. സിക്ക് 25 കിട്ടുകയാണെങ്കിൽ ബിക്ക് എത്ര കിട്ടും? ബിക്ക് 25 10 കുറഞ്ഞിട്ടുണ്ടായിരുന്ന സംഖ്യ കിട്ടും. ബിക്ക് 15 അല്ലെ? എക്ക് അതിന്ന് 5 രൂപ കുറഞ്ഞ തുക അഥവാ 10. സോ സിന്റേത് 25, ബിന്റേത് 15, ആൻഡ് 10 ഹോൾ ടുഗദർ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 50 rupees കിട്ടുന്നുണ്ട്. സോ തന്നിരിക്കുന്ന ചോദ്യം എന്നുള്ളത് ഇതിന്റെ റേഷ്യോ കാണാനാണ്. A:B:C ആണ് നമ്മൾ കാണേണ്ടത്. ഈ 3 സംഖ്യയും നമുക്ക് എന്ത് ചെയ്താം? 10, 15, 25 5 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 2, 3, 5. ദാറ്റ് ഈസ് 2:3:5 is the correct answer. That is option D is the correct answer. Is it clear? Okay. So the correct answer will be option D, 2:3:5. I hope it is clear. Let's move to the next question.
So identify the correct sequence from earliest to latest of the universities established in the early years of the 20th century in India. So ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആദ്യ 20ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം എന്നുള്ളത്. സോ യു ക്യാൻ ട്രൈ. I will give you 30 seconds. Option B varande. Let's look the correct answer. Correct answer is option B. So അതിൽ വന്നതിൽ SNDT Women's University 1916 ഉള്ളതാണ്. പാട്ന 1917, അലിഗഡ് 1920, ഉസ്മാനിയ 1918. അതിനുശേഷം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വരും 1920. പിന്നെ നാഗ്പൂർ യൂണിവേഴ്സിറ്റി 1923. സോ ആദ്യം ഉള്ളത് SNDT Women's University ആണ്. 1916 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Next one, Patna University, which was established in the year 1917, and Osmania University 1918, Aligarh Muslim University 1920, and Nagpur University 1923. Next question is, arrange the following fractions in increasing order. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ അതിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാനാണ് തന്നിട്ടുള്ളത്. സോ ഇതിനെ ഫ്രാക്ഷൻസിനെ എന്താണ് ന്യൂമറേറ്റർ സെയിം ആണെങ്കിലോ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസിംഗ് ഓർഡറിലോ ഡിക്രീസിംഗ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാം. സോ തന്നിരിക്കുന്ന ഫ്രാക്ഷനിൽ ഒന്നിലും ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ ഒന്നും സെയിം അല്ല. ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ സെയിം അല്ലാത്ത ഫ്രാക്ഷൻസിനെ എന്താണ് ഇൻക്രീസിംഗ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ നമുക്ക് കാണാം. സോ ഇതിൽ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഓപ്ഷൻസിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് മാത്രം ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ഫസ്റ്റ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം സിയും എയും വെച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഏതാണോ വലുത് എന്നുണ്ടെങ്കിൽ അല്ല ഏതാണോ ചെറുത് എന്നുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എലിമിനേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇൻക്രീസിംഗ് ഓർഡറിലാണ് കിട്ടേണ്ടത്. സി ആണ് എനേക്കാൾ ചെറുതെങ്കിൽ നമുക്ക് സി വെച്ച് മുന്നോട്ട് പോകാം. എ ആണ് സിനേക്കാൾ ചെറുതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ വെച്ച് മുന്നോട്ട് പോകാം. സോ സി ഈസ് 7/9 ആൻഡ് എ ഈസ് 14/17. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങോട്ടും ഇവിടെ നിങ്ങോട്ടും. സോ ന്യൂമറേറ്റർ ഇപ്പൊ എന്താണ്, ആദ്യം 7/17 മാത്രം ചെയ്യാം. 7 × 17 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 7 49 ശിഷ്ടം 4. 1 7 4 11. നമുക്ക് കിട്ടിയ വാല്യൂ എന്നുള്ളത് 119 ആണ്. ഓക്കെ, ഇനി 14 × 9 ചെയ്യാം. 14 × 9. സോ 4 × 9 എന്നുള്ളത് 36 ആണ്. 199 126. സോ നിങ്ങൾ നോക്കുക, ഈ തന്നിരിക്കുന്നത് രണ്ടുപേരുടെയും ഒരു ക്രൗൺ ആണെന്ന് ഞാൻ വിചാരിക്കും. ഇത് രണ്ടുപേരുടെ ഒരു കിരീടമാണ് കേട്ടോ. ഈ കിരീടത്തിൽ ആർക്കാണോ ഹയസ്റ്റ് വാല്യൂ ഉള്ളത് അയാളാണ് ഹയസ്റ്റ് ഫ്രാക്ഷൻ എന്നുള്ളത്. സോ അതിൽ ഹയസ്റ്റ് ഫ്രാക്ഷൻ എന്നുള്ളത് 14/17 ആണെന്ന് മനസ്സിലായി. കാരണം എന്താണ്, 126 ആണ് 119 വലുത്. സോ 126 ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷന് ശേഷം 126 വരുന്ന ഫ്രാക്ഷൻ ആണ് ഏത്, ഹയസ്റ്റ് ഫ്രാക്ഷൻ ഉള്ളത്. സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇൻക്രീസിംഗ് ഓർഡറിലായതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്, ചെറിയ ഫ്രാക്ഷൻ ആണ്. അപ്പം ഫസ്റ്റില് എന്താണ്, സി ആണ് 7/9. സോ നമുക്ക് എന്ത് ചെയ്യാം, സി വെച്ചിന് മുന്നോട്ട് പോകാം. സി വെച്ചിന് മുന്നോട്ട് പോകാം. രണ്ടിലും എന്തുണ്ട്, എ ആണ് സെക്കൻഡ് ഉള്ളത്. അപ്പൊ അതിൽ ഇനി കൺഫ്യൂഷൻസ് വരാനില്ല. നമുക്ക് ബിയും ഡിയും എടുക്കാം. ഓക്കെ, ബിയും ഡിയും എടുക്കാം. അതിൽ ഇനി എന്ത് ചെയ്യാം, സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യാം. 11/13 ആണ് ബി. ഡി ഈസ് 16/19. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 11 × 19 199 199 199 199 9 18 10. നമുക്ക് എന്ത് വാല്യൂ കിട്ടി, 1089. പിന്നെ 16 × 13 ഒരു 6 6 6 12 3 18 ശിഷ്ടം 1 ഒരു 3 3 3 4 ഒരു 6 6 ഒരു 1 8 208 അല്ലേ? So this is B and this is B. 1 minute, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് നമ്മൾ കാൽക്കുലേഷനിൽ. is equal to 11/13 and D 16/19. 11 × 9 16 × 13.
11 into 19 നമ്മൾ നേരത്തെ കണ്ടു 1008 ആണ്. ഓക്കെ, 16 into 13 കാൽക്കുലേഷനിൽ ചെറിയൊരു എറർ പറ്റിയോ? 6 into 3 18 ഒരു 166 11 208. So 208 1008 വരുമ്പം ആരാണ് ടോപ്പിൽ വരുന്നത്? 208 1008 വരുമ്പം ആദ്യം 208 വരുന്ന വാല്യൂ വരണം. 208 is the value of 11/9, 11/13. അപ്പൊ ബി വരണം, ബി ആണ് ചെറുത്. അതിനുശേഷം ആര് വരും? ഡി വരും. സോ ദ കറക്റ്റ് സീക്വൻസ് ഈസ് CABD. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, CABD എന്നുള്ളതാണ്. സോ അല്ലെ, ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഒന്നുമില്ല, തന്നിരിക്കുന്ന നമുക്ക് ഏതാണോ വലുത് നോക്കേണ്ടുള്ള ആ ഒരു ഫ്രാക്ഷൻസിന് നമ്മൾ എഴുതുക. എന്നിട്ട് അതിന്റെ ന്യൂമറേറ്റർ വെച്ച് മാത്രം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതിന്റെ വാല്യൂ മുകളിൽ എഴുതുക. സോ ആ മുകളിലെ വാല്യൂ ആർക്കാണോ കൂടുതൽ അയാളാണ് എന്ത് ഹയസ്റ്റ് വാല്യൂ എന്നുള്ളത്. സോ ഇവിടുത്തെ മുകളിലെ വാല്യൂ കൂടുതലായത് ഓക്കെ, മുകളിലെ വാല്യൂ കൂടുതലായത് ആർക്കാണ്? ഡിക്കാണ്. 16/19 ആണ്, 1809. സോ അതാണ് ഹയസ്റ്റ് വാല്യൂ. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ, അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഐ വിൽ കറക്റ്റ് ഇറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എംപ്ലോയ്മെന്റ് ഓഫ് ക്ലാസ് റൂം ടെക്നോളജി നീഡ്സ് ക്ലാരിഫൈ വിത്ത് റിഗാർഡ് ടു. ഇതിൽ നമ്മുടെ ഒരു ക്ലാസ് റൂം ടെക്നോളജി നമ്മൾ ഇംപ്ലോയ് ചെയ്യുന്നതിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് ചോദ്യം. ഇൻസ്ട്രക്ഷണൽ മെസ്സേജസ്, കോഴ്സ് ഒബ്ജക്റ്റീവ്സ്, ടെക്നോളജിക്കൽ കോമ്പിറ്റൻസീസ്, എക്സ്പീരിയൻസ് ഓഫ് ഫെയിലേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻടോളറൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ചോദിക്കുന്നത് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇൻസ്ട്രക്ഷണൽ മെസ്സേജസിനെ പറ്റിയും കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റിയും ടെക്നോളജിക്കൽ കോമ്പിറ്റൻസിനെ പറ്റിയാണ് നമുക്ക് എന്താ വേണ്ടത്? ഐഡിയാസ് ഉണ്ടാവുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻടോളറൻസ് മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഡ്രോബാക്സ്, ഫെയിലേഴ്സ് ഒക്കെ ആണ്. പിന്നെ എക്സ്പീരിയൻസ് ഓഫ് ഫെയിലേഴ്സ്. ഇത് രണ്ടും നമ്മുടെ ഒരു ക്ലാസ് റൂം ടെക്നോളജി ഇംപ്ലൈ ചെയ്യുന്നതിൽ അത്രത്തോളം ബാക്കിയുള്ള കണ്ടന്റ്സിന് അത്ര റെലവെന്റ് അല്ലാത്തതിനാൽ ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ABC. ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. നേരത്തെ ആ ഫ്രാക്ഷൻ ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ വി ക്യാൻ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ലാസ്റ്റ് ഒന്നുകൂടി അത് പറഞ്ഞു കേട്ടോ. ഇറ്റ്സ് എ സിമ്പിൾ പ്രോസസ്. ഞാൻ ചെയ്തു വന്നപ്പം എനിക്ക് കൺഫ്യൂഷൻ ആയതാണ്, സോറി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അറേഞ്ച് ദ ഫോളോയിങ് സെക്ഷൻസ് ഓഫ് എ റിസർച്ച് ഡിസർട്ടേഷൻ ഇൻ എ കറക്റ്റ് സീക്വൻസ്. അക്നോളജ്മെന്റ്, റിസർച്ച് മെത്തേഡ്സ്, ഡിസ്കഷൻ, ലിറ്ററേച്ചർ റിവ്യൂ. ഇതിന്റെ ഒരു കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. യു ക്യാൻ അറേഞ്ച് നോ. The correct answer is option D. Acknowledgement ആണ് ആദ്യം വരിക, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ, റിസർച്ച് മെത്തേഡ്സ്, ഡിസ്കഷൻ, അത് കഴിഞ്ഞ് കൺക്ലൂഷൻ എന്നൊക്കെയുള്ള രീതിയിലാണ് റിസർച്ച് ഡിസർട്ടേഷന്റെ കറക്റ്റ് സീക്വൻസ് എന്നുള്ളത്. സോ അക്നോളജ്മെന്റ്, ലിറ്ററേച്ചർ റിവ്യൂ, റിസർച്ച് മെത്തഡോളജി, റിസൾട്ട്സ്, ഡിസ്കഷൻ, കൺക്ലൂഷൻ. ഇതാണ് ഒരു റിസർച്ച് ഡിസർട്ടേഷന്റെ സ്റ്റെപ്സ് എന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following refers to a sampling approach in structured observation, whereby a sampled individual is observed for a set of period of time? Option A, focal sampling, snowball sampling, purposive sampling, cluster sampling. Yeah, the correct answer is option A. Focal sampling ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സാമ്പിൾഡ് ഇൻഡിവിജ്വലിനെ ഒരു സെറ്റ് ഓഫ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒബ്സർവ് ചെയ്യുന്നത് ഫോക്കൽ സാമ്പിളിംഗ് ആണ്. സോ ഫോക്കൽ സാമ്പിളിംഗിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടില്ലേ? It's a structured observation whereby a sampled individual is observed for the set of period of time. തന്നിരിക്കുന്ന ഓപ്ഷനിലെ സാമ്പിൾസിനെ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം. പർപ്പസീവ് ഓർ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് മീൻസ് നമുക്ക് ഓൾറെഡി അറിയാം ആ ഒരു സാമ്പിളിനെ ബേസ് ചെയ്തെടുത്താൽ ഇന്ന രീതിയിൽ എന്താണ് റിസൾട്ട്സ് കിട്ടും. സോ നമ്മുടെ ആ ഒരു പർപ്പസിനെ വെച്ചിട്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഒരു സാമ്പിളിംഗ് ആണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്നുള്ളത്. സോ ഇറേഴ്സ് വരാൻ
അധികം ചാൻസ് ഇല്ല. ബട്ട് എന്താണ് റിസർച്ചിന്റെ എത്തിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. എനിവേ ദിസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഇൻവോൾവ്സ് ദ റിസർച്ചർ യൂസിംഗ് ദർ ജഡ്ജ്മെന്റ് ടു സെലക്ട് എ സാമ്പിൾ ദാറ്റ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ടു ദ പർപ്പസ് ഓഫ് ദ റിസർച്ച്. സാമ്പിൾസ് ആർ സെലക്ടഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് ബേസിസ് ഓഫ് സെലക്ഷൻ. അതാണ് പെർപ്പസീവ് ഓർ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്നുള്ളത്. ഇനി എന്താണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്? ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നുള്ളത് തന്നിരിക്കുന്ന ഹോൾ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് സബ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കും. ഈ സബ് ഗ്രൂപ്പ്സ് എന്നുള്ളത് ആ ഹോൾ പോപ്പുലേഷനിൽ ഏതൊക്കെ കാറ്റഗറീസ് ഓഫ് അല്ലെങ്കിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ഉള്ള സാമ്പിൾസ് ആണോ ഉള്ളത് അതൊക്കെ ഓരോ സബ് ഗ്രൂപ്പ്സിലും ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ പിന്നീട് ആ ഒരു ഹോൾ പോപ്പുലേഷനെ വെച്ച് സ്റ്റഡി നടത്തുന്നതിന് പകരം ആ ഒരു സബ് ഗ്രൂപ്പിനെ മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, സ്റ്റഡീസ് നടത്തുന്ന എന്നുള്ള ആ ഒരു സാമ്പിളിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. സോ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഇൻവോൾവ്സ് dividing the population into subgroups, but each subgroup should have similar characteristics to the whole sample. Instead of sampling individual from each subgroup, randomly selecting entire individuals of subgroup. So comparatively larger population അല്ലെങ്കിൽ dispersed population ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റഡീസ് നടത്താനുള്ളതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പിളിംഗ് മെത്തേഡ് ആണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്നുള്ളത്. And snowball sampling is, this method of sampling is often to reach population which is difficult to find out. So നമുക്ക് അത്ര പ്രഥമ ദൃഷ്ടിയ അത്ര ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്നോബോൾ സാമ്പിളിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് സാമ്പിളിംഗ് നടത്താം. സോ എന്താണ്, ഒരു പാർട്ടിസിപ്പന്റ് നമുക്ക് കിട്ടി, ആ ഒരു പാർട്ടിസിപ്പന്റ് വഴി അടുത്ത പാർട്ടിസിപ്പന്റിലേക്ക് പോവുക. സോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള റിസർച്ച് ഒക്കെ നടത്തുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്നോബോൾ സാമ്പിളിംഗിലേക്ക് കിടക്കാം. So the next question is, which of the following statement is logically equivalent to the statement no cats are non-feline? So no cats are non-feline എന്നുള്ള അവർ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ഇവിടെ ലോജിക്കലി ഇക്വിവാലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് ഫോമിലാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ലോജിക്കലി ഇക്വിവാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള പോളിഗ്രാഡിന്റെ ക്ലാസ് കണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ എന്താണ്, പോളിഗ്രാഡിന്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഈ ഒരു ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എക്സാമിന് മുന്നേ ചെയ്ത ക്ലാസ് ആണ്. സോ അത് കണ്ടുവരയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് വളരെ ഈസിയാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കാണും കേട്ടോ. ആ ഒരു ഇതെന്നുള്ളത് ഒബ്വിയസ് ഫോം ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എടുക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. അതിനെ കൺവേഴ്സ് ചെയ്യുക, ഒബ്വേഴ്സ് ചെയ്യുക, കോൺട്രാപോസിറ്റീവ് ചെയ്യുക എന്നുള്ളതൊക്കെ. സോ ഒബ്വേഴ്സ് ഫോമിൽ വരുമ്പം ഓൾ എന്നുള്ളത് നോ ആയി മാറും. സോറി, ഓൾ എസ് സീസ് പി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ എസ് സീസ് പി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഒബ്വേഴ്സ് ചെയ്തിട്ട് കണ്ടെത്തുന്നെങ്കിൽ അതെന്തായി മാറും, ഓൾ എന്നുള്ളത് നോ ആയി മാറും. എസ് എൻ ഉണ്ടാവും. ആൻഡ് ഈസിന്റെ മുന്നേ, ഐ മീൻ പ്രെഡിക്കേറ്റിന്റെ മുന്നേ ഒരു കോംപ്ലിമെന്റ് ആഡ് ചെയ്യും. ദാറ്റ് കോംപ്ലിമെന്റ് ഈസ് നോ. അപ്പൊ ഈ ഒരു ഫോമിലാവും പിന്നീടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഇതാണ് ഇപ്പം കാണുന്ന നോ കാറ്റ്സ് ആർ നോൺ ഫെലൈൻ എന്നുള്ളത്. സോ നോ കാറ്റ്സ് ആർ നോൺ ഫെലൈൻ എന്നുള്ളത് ഇത് സമാനമായിട്ടുള്ളതാണ് നോ എസ് ഈസ് നോൺ പി എന്നുള്ളത്, അല്ലെ? സോ ഇത് ഒബ്വേഴ്സ് ഫോം ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് മനസ്സിലായാൽ, ഒബ്വേഴ്സിന്റെ കേസിൽ അതിൻ്റെത് എന്താണ്, ഓൾ കാറ്റ്സ് ആർ ഫെലൈൻ എന്നുള്ള ഈ ഒരു ഫോമിലേക്ക് അത് തിരിച്ചെടുത്താൽ അത് വാലിഡ് ആണ്. സോ എനിക്ക് ഇപ്പൊ ഇത് പറയുമ്പോൾ മനസ്സിലാവില്ല, ഓൾറെഡി നമ്മുടെ പോളിഗ്രാഡിന്റെ യൂട്യൂബ് ചാനലിൽ അതൊരു ടേബിൾ ഒക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം. അതൊന്ന് കണ്ടാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്താ ഷുവർ ആയിട്ട് ഇതിന്റെ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓൾ കാറ്റ്സ് ആർ feline. In Buddhist thought, self-reflexivity is built into the process of option A, power relations, option B, religious change, option C, verbal communication, option D, politicization. ഏതാണ് കറക്റ്റ് ആൻസർ? ഇങ്ങനെ ബുദ്ധിസ്റ്റ് തോട്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതിന് മുന്നും എന്താണ് എനിക്ക് എന്റെ ചോദ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഓപ്ഷനും ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയവർക്ക് വളരെ എളുപ്പമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നോ, റിലീജിയസ് ചേഞ്ച് അല്ല, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. സോ സെൽഫ് റിഫ്ലെക്സിവിറ്റി ഈസ് ബിൽറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. In Buddhist thought, self-reflexivity is primarily built in the process of verbal communication. This reflects the emphasis in Buddhism on mindfulness and awareness in speech, ensuring that communication is thoughtful and reflective of one's inner state. Okay, simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുന്നേതും ഇതിനോട് സമാനമായിട്ടുള്ള ഒരു ചോദ്യം എനിക്ക് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, what is the correct sequence of the following related to sustainable development goals? So ആദ്യം ചെറുതിന്റെ നമ്പർ from higher number.
അതിന്റെ ഒരു അസെൻഡിങ് ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യാനാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്പർ ഓഫ് പബ്ലിക്കേഷൻ STJ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എത്ര പബ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്, നമ്പർ ഓഫ് ഗോൾസ്, നമ്പർ ഓഫ് ടാർഗറ്റ്സ്, നമ്പർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്. സി പറയുന്നുണ്ട്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എന്നുള്ളതാണ് അല്ലെ. എത്ര ഗോൾസ് ഉണ്ട് STJ ഗോൾസിന്റെ നമ്പർ എത്രയാണ്? യെസ് 17. പിന്നെ വരുന്നത് നമ്പർ ഓഫ് ടാർഗറ്റ്സ് ആണ്. 169 ടാർഗറ്റ്സ് ഉണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ അണ്ടറിൽ. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് 231 ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. പബ്ലിക്കേഷൻസ് ഉള്ളത് എണ്ണമറ്റ് പബ്ലിക്കേഷൻസ് ഉണ്ട്, അതിന് പ്രത്യേകിച്ച് എണ്ണങ്ങളൊന്നുമില്ല. സോ നമ്പർ ഓഫ് ഗേൾസ് SDJ ഗോൾസിന്റെ എണ്ണം എന്നുള്ളത് 17 ആണ്. നമ്പർ ഓഫ് ടാർഗറ്റ്സ് അണ്ടർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഈസ് 169. നമ്പർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് അണ്ടർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഈസ് 231. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ എന്തുണ്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യു ക്യാൻ റെഫർ. ഈ ഒരു PPT നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യുന്നു. Which of the following are the national coordinators appointed for സ്വയം കോഴ്സസ്? സോ സ്വയം കോഴ്സസിന്റെ അണ്ടറിൽ 9 നാഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അതിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ആ നാഷണൽ കോർഡിനേറ്റേഴ്സ് എന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂർ, ദാറ്റ് ഈസ് IIM ബാംഗ്ലൂർ, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് NPTEL, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS, ബ്ലോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ BITE, കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഏതാണ് സ്വയത്തിന്റെ നാഷണൽ കോർഡിനേറ്റേഴ്സ്? ഓപ്ഷൻ ഡി പറയുന്നത്. What about others? This is very simple and basic question. So the correct answer is option D. ABCE എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ആയ ആ ബ്ലോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അല്ലാത്ത ബാക്കിയെല്ലാം സ്വയത്തിന്റെ നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ്. സോ ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചിങ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സ്വയത്തിന്റെ കോർഡിനേറ്റർ ആരാന്നറിയോ? NITTR ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഓക്കെ, സോ അതാണ് സ്വയത്തിന്റെ 9 നാഷണൽ കോർഡിനേറ്റേഴ്സ് ഉള്ളത്. ഒന്നെന്നുള്ളത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE ഫോർ സെൽഫ് പേസ്ഡ് ആൻഡ് ഇന്റർനാഷണൽ കോഴ്സസ്. ആൻഡ് NPTEL എഞ്ചിനീയറിംഗ് കോഴ്സസിനൊക്കെ NPTEL ആണ്. UGC നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷൻ. CEC അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷന് വേണ്ടി. NCERT സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സ്വയത്തിന്റെ കോർഡിനേറ്റർ ആണ്. NIOS ഓപ്പൺ സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള സ്വയത്തിന്റെ കോർഡിനേറ്റർ ആണ്. IGNOU ഫോർ ഔട്ട് ഓഫ് സ്കൂൾ സ്റ്റുഡൻസ്. IIM ബാംഗ്ലൂർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ്. NITTR which means നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അത് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള സ്വയത്തിന്റെ കോർഡിനേറ്റർ ആണ്. 1 and 9. So these are the 9 national coordinators of സ്വയം. So let's move to the next question. Which of the following statements are true? Truth and falsehood are attributes of individual propositions. Validity can never apply to any single proposition by itself. In a valid argument, all of its premises have to be true. A valid deductive argument cannot have all the true premises and a false conclusion. You can answer. Yeah, option A is the correct answer. So ഒരു ഇൻഡിവിജ്വൽ പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കേസിൽ മാത്രം നമുക്ക് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാം. കംപ്ലീറ്റ് ഒരു ആർഗ്യുമെന്റ് എടുക്കുകയാണെങ്കിൽ പ്രപ്പോസിഷൻസും അതിന് എന്താണ് അതിനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു കൺക്ലൂഷൻ എടുക്കുകയാണെങ്കിൽ അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നുള്ള രീതിയിലാണ് അതിനെ അസസ് ചെയ്യാന്നുള്ളത്. സോ വാലിഡിറ്റി ക്യാൻ നെവർ അപ്ലൈ ടു എനി സിംഗിൾ പ്രപ്പോസിഷൻ ഇറ്റ് സെൽഫ്. നമുക്കിപ്പം ഒരു സിംഗിൾ പ്രപ്പോസിഷൻ തന്നിട്ട് ഓൾ കാറ്റ്സ് ആർ
എന്താണ് ഡോഗ്സ് എന്നൊരു പ്രപ്പോസിഷൻ ഞാൻ നിങ്ങൾക്ക് തന്നു. ഒരു സിംഗിൾ പ്രപ്പോസിഷൻ തന്നാൽ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ബട്ട് എന്താണ് അത് വാലിഡിറ്റി എന്നുള്ളത് ആ ഒരു ആർഗ്യുമെന്റിനെയാണ് വാലിഡ് ആക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് അതിലൊരു പ്രപ്പോസിഷനും അതൊരു കൺക്ലൂഷനും വരുമ്പോഴാണ് അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരിക്കലും ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണെന്നുള്ള കേസിൽ അതിന്റെ എല്ലാ പ്രിമൈസസും ട്രൂ ആണെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളിപ്പം അതെടുത്ത വഴി ഇപ്പൊ നിങ്ങൾ ഓൾ കാറ്റ്സ് ആർ ഡോഗ് എന്നുള്ള ഒരു പ്രപ്പോസിഷൻ എടുത്തു. നെക്സ്റ്റ് ആയിട്ട് ഓൾ ഡോഗ്സ് ആർ ഹ്യൂമൻസും എന്ന് എടുത്തു. ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ഫൈൻഡിങ്സിലേക്ക് എത്താം? ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ്, ഓൾ ഡോഗ്സ് ആർ ഹ്യൂമൻസ് എടുക്കുമ്പോൾ നമുക്ക് ഓൾ കാറ്റ്സ് ആർ ഹ്യൂമൻസ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. സോ നമ്മൾ ചെയ്തിട്ടുള്ള കൺക്ലൂഷൻ എന്താണ്? ഈ രണ്ട് പ്രപ്പോസിഷനും അത് വെച്ചെടുക്കുന്ന കൺക്ലൂഷൻ എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അത് വാലിഡ് ആണ്. പക്ഷെ ഇതിന്റെ ഇൻഡിവിജ്വൽ പ്രപ്പോസിഷൻസ് ട്രൂ ആണെന്നുണ്ടോ? ഓൾ ഡോഗ്സ് ആർ ഹ്യൂമൻസ് എന്നുള്ളത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ? ഇല്ല. അതാണ് അതിൽ പറയുന്നത് കേട്ടോ. സോ ലോജിക്കൽ റീസണിങ്ങിന്റെ ക്ലാസ്സസ് കേൾക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. വാട്ടർ ബോൺ ഡിസീസ്, വാട്ടർ വാഷ്ഡ് ഡിസീസ്, വാട്ടർ ബേസ്ഡ് ഡിസീസ്, വാട്ടർ റിലേറ്റഡ് ഡിസീസ്. മലേറിയ, സ്കിസ്റ്റോസോമാസിയസ്, ടൈഫോയിഡ്, ട്രക്കോമ. കുറച്ചൊക്കെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. വാട്ടർ ബോൺ ഡിസീസ് ആണ് ഇത് ടൈഫോയിഡ് എന്നുള്ളത്. അഥവാ പൊല്യൂട്ടഡ് ആയ വാട്ടർ നമ്മൾ അകത്തേക്ക് നമ്മളെ ഇന്റേണൽ ഓർഗനിലേക്ക് അടക്കുമ്പോഴാണ് ടൈഫോയിഡ് പോലത്തെ അസുഖം വരുന്നത്. വാട്ടർ വാഷ്ഡ് ഡിസീസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ക്ലീനിങ് വാട്ടർ, അതാണ് ട്രക്കോമ. വാട്ടർ ബേസ്ഡ് ഡിസീസ്, ഇവിടെ എന്താണ് പൊല്യൂട്ടഡ് വാട്ടറുമായിട്ട് നമുക്ക് കോൺടാക്ട് ഉള്ളതുകൊണ്ട് വരുന്ന ഡിസീസ് ആണ് സ്കിസ്റ്റോസോമാസിസ്. കോൺടാക്ട് ഡസൻ മീൻസ് വി ഹാവ് ഇൻജസ്റ്റഡ് ഇറ്റ്, നമ്മളത് അകത്തേക്ക് എടുക്കുന്നില്ല, ജസ്റ്റ് കോൺടാക്ട് ബേസ് ആണ്. വാട്ടർ റിലേറ്റഡ് ഡിസീസ് മീൻസ് അതാണ് മലേറിയ ഡ്യൂ ടു ഹാബിറ്റേഷൻ ഓഫ് ഡിസീസ് കോസിംഗ് പാരസൈറ്റ്സ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. സോ D1 ആണ് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ളതാണ് കുറച്ചൊക്കെ ടഫ് എന്നുള്ളത്. Anyway, the correct answer is option B. Next question. Which one of the following is an extremely short-lived and unstable air or water pollutant? Smoke, volatile organic compounds, persistent organic compounds, polycyclic aromatic hydrocarbons. ഇതിൽ ഏതാണ് പെട്ടെന്ന് പോകുന്നത് അല്ലെങ്കിൽ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള പൊല്യൂട്ടന്റ് ഏതാണെന്നാണ് ചോദ്യം. സോ ആ പേരിൽ തന്നെ ഏകദേശം ഒരു സൂചന ഉണ്ട്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് പെട്ടെന്ന് അല്ലെങ്കിൽ എന്താണ് അധികം പെർസിസ്റ്റന്റ് ആയിട്ട് എയറിലോ വാട്ടറിലോ കണ്ടിന്യൂസ് ആയിട്ട്. ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പെർസിസ്റ്റൻസ് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇൻഡോറിലുള്ള പെർസിസ്റ്റൻസി എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ഹയർ ആണ് ഔട്ട്ഡോറിൽ. സോ ഒരു ഔട്ട്ഡോറിൽ നമ്മളൊരു തുറന്നൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് പിന്നെയും പെട്ടെന്ന് പോകും. ബട്ട് ഇൻഡോർ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടിന് കമ്പാരിറ്റീവ്ലി ഹയർ ഷെൽ ലൈഫ് ഉണ്ട് ദാൻ ഔട്ട്ഡോർ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്. Okay. So let's move the next question. A culture which is not touched by communication of alphabetic writing is known as a culture of literacy, typography, exclusivity, primary orality. Yeah, correct answer is orality, primary orality. നമ്മളെ ഫോക്ക് സോങ്സ് ഒക്കെ ആലോചിച്ചാൽ മതി. ഒരു ഓറൽ കൾച്ചർ എന്നൊക്കെ രീതിയിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. എ കൾച്ചർ വിച്ച് ഈസ് നോട്ട് ടച്ച്ഡ് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആൽഫബറ്റിക് റൈറ്റിംഗ്. ഒരു എന്താണ് ലിഖിതമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ആൽഫബറ്റിക് റൈറ്റിംഗ് ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലുള്ള കൾച്ചർ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? ഓറാലിറ്റി അല്ലെങ്കിൽ ഓറൽ കൾച്ചർ, ഓറൽ ലിറ്ററേച്ചർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. Identify the correct sequence of the cycle of self-regulated learning. Enacting tactics and strategies, devising plans, setting goals, regulating learning, analyzing the task. ഏതാണ് കറക്റ്റ് സീക്വൻസ്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ആദ്യം വരിക അനലൈസിങ് ദ ടാസ്ക് എന്നുള്ളതാണ്, പിന്നെ ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത്, പിന്നെ പ്ലാൻസ് ഡിവൈസ് ചെയ്യാന്നുള്ളത്, എനാക്ടിങ് ടാക്ടിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നുള്ളത്, പിന്നെ റെഗുലേറ്റിംഗ് ലേണിംഗ്.
Which of the following are true about solar thermal energy collectors, STEC? Basic unit of STEC is a solar cell. STEC may be flat plate or concentrating type. Temperature in STECs may rise over 1000 degrees centigrade. STECs can produce electricity. Paraboloid dish collector is an example of STEC where temperature can go up to 2000 degrees Celsius. Statement A അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല, അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും സോളാർ തെർമൽ എനർജി കളക്ടറിന്റെ ബേസിക് യൂണിറ്റ് എന്നുള്ളത് സോളാർ സെൽ അല്ല, ഇത് വേറെ തന്നെ ഒരു മെറ്റീരിയൽ ആണ്. ആൻഡ് ബാക്കി തന്നിരിക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. Next question. International Solar Alliance is the alliance of countries, most of which lie partially or completely above Tropic of Cancer, below Tropic of Capricorn, between Tropic of Cancer and Tropic of Capricorn, Southern Hemisphere. So, എവിടെ ലേ ചെയ്യുന്ന കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അലയൻസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ളത്. The correct answer is between Tropic of Cancer and Tropic of Capricorn. So, നമുക്ക് അവര് എന്താണ് ഗ്ലോബിന്റെ മാപ്പൊക്കെ ഏകദേശം ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും. ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ എന്താണ് ഈ ഒരു ഐഡിയയിൽ വരുന്ന കൺട്രീസിനാണ് ഇത് ഇക്വേറ്റർ, ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, സോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ഹയർ സോളാർ എനർജി കിട്ടുന്നത്. ഇക്വേറ്ററിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നീട് ഏറ്റവും കമ്പാരിറ്റീവ്ലി ഹയർ കിട്ടുന്ന ഒരു ഏരിയ എന്നുള്ളത് ഈ ഒരു ബെൽറ്റ് ആണ്. ഈ ഒരു ബെൽറ്റിലെ കൺട്രീസിന്റെ അലയൻസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ലക്ഷ്യങ്ങൾ എന്ന് വെച്ചാൽ the ISA aims to promote solar energy deployment and reduce dependence on fossil fuels among member countries situated between the Tropic of Cancer and Tropic of Capricorn. So, ഇവർക്ക് കമ്പാരിറ്റീവ്ലി ഹയർ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫോസിൽ ഫ്യൂൾസിനോടുള്ള ഡിപ്പെൻഡൻസി കുറച്ച് മാക്സിമം എനർജി കൺസംഷൻ എവിടുന്ന് യൂസ് ചെയ്യാം, സോളാർ എനർജി ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ പുറത്താണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ള ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ബിറ്റ്വീൻ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിൽ ലേ ചെയ്യപ്പെടുന്ന കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ. ദിസ് റീജിയൻ ഈസ് ഓൾസോ റെഫേർഡ് ആസ് എ സോളാർ ബെൽറ്റ്. അപ്പൊ ഈ റീജിയൻ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയുള്ള 23½ ഡിഗ്രി നോർത്ത്, ½ ഡിഗ്രി സൗത്ത്, അതാണ് നമ്മൾ പറയാറ്. സോ ഈ ഒരു റീജിയനെ പറയപ്പെടുന്ന പേരാണ് സോളാർ ബെൽറ്റ് എന്നുള്ളത്. ബിക്കോസ് ഇറ്റ് റിസീവ്സ് അബൻഡന്റ് സൺലൈറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. സോ ഒരു വർഷത്തിലുടനീളം നല്ല രീതിയിലുള്ള സൺലൈറ്റ് കിട്ടും. കമ്പാരിറ്റീവ്ലി പോൾ ഏരിയ, നോർത്ത് പോളും സൗത്ത് പോളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് എന്തുള്ളത്, ഹയർ സോളാർ എനർജി റിസീവ് ചെയ്യുന്ന ഏരിയ എന്നുള്ളത്. സോ ദ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഫോക്കസ് ഓൺ പ്രൊമോട്ടിംഗ് സോളാർ എനർജി യൂസേജ് ആൻഡ് എയിംസ് ടു മേക്ക് സോളാർ പവർ ആക്സസിബിൾ, അഫോർഡബിൾ ആൻഡ് സസ്റ്റൈനബിൾ. Launched by India and France during the Conference of Parties 21 Paris Climate Conference in 2015. 119 countries are now signatories of ISA. So International Solar Alliance ന്റെ 119 countries ഇപ്പോൾ അതിന്റെ ഭാഗമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, അൾജീരിയ, പെറു, ബ്രസീൽ, ഇന്ത്യ, അർജന്റീന ഒക്കെ പോലെയുള്ള 119 കൺട്രീസിന്റെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിൽ ലേ ചെയ്യുന്ന 119 കൺട്രീസിന്റെ ഒരു അലയൻസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ളത്. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, നെറ്റ്വർക്ക് ഈസ് അൺസ്റ്റേബിൾ എന്ന് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. The systematic elimination of extraneous variables other than those you are interested in can be achieved in qualitative research, correlational research, experimental research, longitudinal research. Yeah, of course, experimental researchലാണ് നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് എക്സ്ട്രേനിയസ് വേരിയബിൾസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. സോഷ്യൽ സയൻസിന്റെ നമ്മുടെ ലൈഫ് സയൻസ് അല്ലെങ്കിൽ സയൻസിന്റെ ഒക്കെ റിസർച്ച്, ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ സബ്ജക്റ്റിന്റെ ഒക്കെ റിസർച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. നമുക്ക് ടെമ്പറേച്ചറിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കണമെങ്കിൽ അതിനുള്ള ടെക്നോളജി, പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ആണ് കുറക്കണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ കാരണം വേരിയേഷൻ ഉണ്ടാവുന്നതാണ് അവിടെ റെഗുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്യാം. ബാക്കിയുള്ള ഒബ്സർവേഷണൽ റിസർച്ചിനെ പോലെയോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ചിനൊക്കെ എന്തല്ല
ഈ ഒരു നമുക്ക് എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഉള്ള ഒരു സ്കോപ്പ് ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എക്സ്പെരിമെന്റൽ റിസർച്ച്. Experimental research allows you to eliminate the influence of many extraneous factors. In experimental research, variables are actively manipulated. അല്ലെ, ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാം. ലോ ടെമ്പറേച്ചറിലാണ് അവർ എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് എന്താണ് ടെമ്പറേച്ചർ കുറക്കാനുള്ള ടാക്ടിക്സ് യൂസ് ചെയ്യും. ആൻഡ് എൻവയോൺമെന്റ് ഈസ് ആസ് കൺട്രോൾഡ് ആസ് പോസിബിൾ. So next question, arrange the following in order of increasing connotation. A domestic animal, animal, horse, beast of burden. ഏതാണ് കറക്റ്റ് ആൻസർ? എന്താണ് കൊണോട്ടേഷൻ? എന്താണ്? Anybody? So connotation means general to specific. General ആയിട്ട് സ്പെസിഫിക്കിലേക്ക് അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയാ, കൊണോട്ടേഷൻ എന്ന് പറയും. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡിനോട്ടേഷൻ, സ്പെസിഫിക് ടു ജനറൽ. തന്നിരിക്കുന്ന ഈ ഒരു എലമെന്റ്സിൽ ഏറ്റവും ജനറൽ ആണെന്നുള്ളത് ആനിമൽ എന്നാണ് അല്ലെ. ബാക്കിയൊക്കെ ആനിമലിന്റെ സബ് കാറ്റഗറീസ് ആയിരിക്കും. ആനിമൽ ക്യാൻ ബി ഡൊമസ്റ്റിക് ആനിമൽ ഓർ വൈൽഡ് ആനിമൽ. ആനിമൽ നമുക്ക് എന്താണ്, ഭാരം ചുമക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടി വളർത്താൻ പറ്റുന്ന ആനിമൽസ് ഉണ്ട് എന്നൊക്കെ. സോ ഏറ്റവും ജനറൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും വോയിഡ് ആയിട്ടുള്ള ടേം എന്നുള്ളത് ആനിമൽ ആണ്. സോ ആനിമൽ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് എന്തിനെ തിരിക്കാം, ഡൊമസ്റ്റിക് ആനിമൽ അല്ലെ. അപ്പൊ ബി എ വരും. സോ പിന്നെ എന്താണ്, ഭാരം ചുമക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആനിമൽസ് അല്ലെ. അത് ഹോസ് ആവും, എലിഫന്റ് ആവും, ക്യാമൽ ആവും, ആ രീതിയിൽ. അതിൽ ഹോസ് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ആനിമൽ എന്നുള്ളത് ഹോസ് ആണ്. സോ ജനറൽ ടു സ്പെസിഫിക് ആയിട്ട് അതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്നുള്ളത് ആദ്യം ആനിമൽ വരും, പിന്നെ ഡൊമസ്റ്റിക് ആനിമൽ വരും. ഈ ഡൊമസ്റ്റിക് ആനിമൽസിലാണ് നമുക്ക് പലതിനെയും എന്ത് ചെയ്യാം, നമുക്ക് ഭാരം ചുമക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ഒരു ഏറ്റവും സ്പെസിഫിക് ടേം എന്നുള്ളത് അവിടെ എന്താണ്, ഹോസ് ആണ് അല്ലെ. ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ടേം എന്നുള്ളത് ഹോസ് ആണ്. സോ ഹോസിൽ അവസാനിക്കുന്ന രീതിയിലാണ് അതിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇൻ കേസ് അതിനെ ഡിനോട്ടേഷനിലാണ് അറേഞ്ച് ചെയ്യണമെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ ആണ്. ആദ്യം ഹോസ് വരും, ആ ഹോസ് ആണ് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ടേം. പിന്നെ ബീസ്റ്റ് ഓഫ് ബേർഡൻ, പിന്നെ ഡൊമസ്റ്റിക് ആനിമൽ, പിന്നെ ആനിമൽ. ആ രീതിയിലാണ് ആ ഒരു അറേഞ്ച്മെന്റ് വരിക. ഇസ് ഇറ്റ് ക്ലിയർ? യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? Next question. I believe I will do well in this class. Ram declared to his brother, I received a perfect score on the verbal part of the SAT, and I have always excelled in my literature classes. Ram is demonstrating which of the following? High self-esteem, high levels of empathy, high self-efficacy in literature, low self-efficacy in literature. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താവുന്ന ഒരു ചോദ്യമാണ്. രാം അദ്ദേഹത്തിന്റെ ഏതൊരു കഴിവിനെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതൊരു ടാലന്റിനെ പറ്റിയാണോ അദ്ദേഹം പറയുന്നത്? വെർബൽ പാർട്ട് ഓഫ് സാറ്റ്, എക്സലന്റ് ഇൻ മൈ ലിറ്ററേച്ചർ ക്ലാസ്, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഹീസ് have a high self-efficiency in literature. So it denotes option C, high self-efficacy in literature. So the correct answer is option C. Match list 1 with list 2. List 1 HTTP. So ഒരുപാട് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് ആണ് ഇതിലുള്ളത്. SSL, SMTP, FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നത്. സോ ലിസ്റ്റ് 2 ഉള്ളത് സെൻഡ്സ് ഇമെയിൽ ത്രൂ ദ ഇന്റർനെറ്റ്, encrypts data for online transmission, sends TCP or IP packets to web server, transfer files over the internet. Yes, D ആണ് കറക്റ്റ് ആൻസർ. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ട്രാൻസ്ഫേർസ് ഫയൽ ഓവർ ദ ഇന്റർനെറ്റ് എന്ന് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തിലേക്ക് കടക്കാം? ഓപ്ഷൻ ഡിയിലേക്ക് കടക്കാം അല്ലെ. ഇതിൽ ബാക്കിയുള്ള സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, SMTP ഫുൾ ഫോം എന്നുള്ളത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അതാണ് സെൻസ് ഇമെയിൽ ത്രൂ ദ ഇന്റർനെറ്റ് എന്നുള്ളത്. സോ C will be 1, D will be 4 നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി എന്താണ് SSL? സെക്യൂർ സോക്കറ്റ് ലെയേഴ്സ്.
It's a cryptographic protocol designed to provide secure communication over a computer network. It was widely used to secure connections between web servers and browsers, ensuring that data transmitted between the two remains private and integral. So, we WhatsApp end-to-end encryption. So, that's secure socket layers. So, next one is HTTP, which means Hypertext Transfer Protocol. So, it is a foundational protocol used for transmitting data over the World Wide Web. Okay. So, for transmitting data over the World Wide Web. It defines how messages are formatted and transmitted and how web servers and browsers should respond to various commands. The file transfer protocol, it's a standard network protocol used to transfer files between a client and a server on computer network. It allows users to upload, download, and manage files on remote servers, making it a widely used protocol for file sharing, website management, and data transfer. So, easy. Next question is, the gross enrollment ratio, GER, measures the number of students enrolled in higher education as a percentage of the eligible population aged between 18 to 24 years, 19 to 25 years, 18 to 23 years, 17 to 23 years. So, gross enrollment ratio is higher education like a percentage age category ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് നമ്മുടെ NEP ഒക്കെ വീണ്ടും ചർച്ചയിൽ വരുമ്പോൾ വരുന്ന ഒരു ഏരിയ ആണ് ഇതൊക്കെ. Gross enrollment ratio. Okay. So the correct answer is option C. Okay. 18 to 23 years are correct answer. Match list 1 with list 2. So list 1 ഇന്ത്യയിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായി ഒരുപാട് കോളേജസ് ആണ് വന്നിട്ടുള്ളത്. ലിസ്റ്റ് 2 അതിന്റെ ഫൗണ്ടേഷന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത വ്യക്തികളാണ്. പൂന കോളേജ് ഫോർ ഹിന്ദു ലേണിംഗ്, Hindu College Kolkata, which is now known as Presidency College, Bishop College Shivapur, Scottish Missionary College Calcutta, Alexander Duff, M. Elphinstone, Rajaram Mohan Roy, Church of England. B varnande. So the correct answer is option B. Pune College for Hindu Learning, M. Elphinstone. He was a collector. ഇന്ത്യയിലെ ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ ആയിട്ട് സെർവ് ചെയ്ത ഒരു യൂറോപ്പിനാണ്. ഹിന്ദു കോളേജ് കൽക്കട്ട പ്രസിഡൻസി കോളേജ് എന്നുള്ളത് രാജാറാം മോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻ ആണ്. ആൻഡ് ഹി വാസ് അസിസ്റ്റഡ് ബൈ അലക്സാണ്ടർ ഡഫ് ആൻഡ് ഡേവിഡ് ഹെരെ. അലക്സാണ്ടർ ഡഫിന്റെയും ഡേവിഡ് ഹെരെ എന്ന് പറയുന്ന വേറൊരു യൂറോപ്പിന്റെയും സഹായത്തോടു കൂടി രാജാറാം മോഹൻ റോയ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഫസ്റ്റ് മോഡേൺ മാൻ ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിന്റെ ഒരു തുടക്കം കുറിച്ച് രാജാറാം മോഹൻ റോയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഹിന്ദു കോളേജ് എന്നുള്ളത്. ബിഷപ്പ് കോളേജ് ശിവപൂർ ഈസ് ബൈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. സ്കോട്ടിഷ് മിഷണറി കോളേജ് കൊൽക്കത്ത, Hindu College Calcutta was founded by Rajaram Mohan Roy in the year 1870. വർഷം കൂടെ ഒന്ന് നോക്കി കേട്ടോ. നെക്സ്റ്റ് മേ ബി ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ earlier to later എന്നുള്ള രീതിയിലൊക്കെ. Scottish Missionary College Kolkata was founded by Alexander Duff in the year 1830. Bishop College Shivapur was established on 15th December 1820 by Bishop Thomas Middleton. Next question. Which digital platform of Ministry of Education has been formed by merging 3 consortia initiatives, namely UGC Infonet, Digital Library Consortium, Enlist and Indus AICTE Consortium. So, തന്നിരിക്കുന്ന ഈ ഒരു UGC Infonet Digital Library Consortium, Enlist, Indus AICTE ഇതിനെ മൂന്നെയും മെർജ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണെന്നാണ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. Correct answer is option B, Ishod Sindhu. അതാണ് നമ്മുടെ UGC Infonet Digital Library Consortium, Enlist, Indus AICTE ഇവ മൂന്നിനെയും മെർജ് ചെയ്തുകൊണ്ട് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഈശോദ് സിന്ധു ആണ്. Coming to Ishod Sindhu, it's a national digital library consortium. So, ഇതിന്റെ പർപ്പസ് എന്നൊക്കെ ഉള്ളത് ഈ ഒരു രീതിയിലാണ്.
aimed at providing access to a wide range of electronic resources, including e-journals, e-books, and databases to higher education institutions across India. And objective എന്നുള്ളത് aims to enhance the availability and accessibility of scholarly content for research and education. അത് ഫോം ചെയ്തത് UGC ഇൻഫോനെസ്റ്റിനെയും എൻലിസ്റ്റിനെയും ഇൻഡസ്ട്രി AICTയും മെർജ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ് പ്രൊമോട്ട്സ് ബെറ്റർ റിസർച്ച് ആൻഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് അക്രോസ് ദ കൺട്രി. Next question, which of the following computer devices are output devices only? So, താഴെ തന്നിരിക്കുന്ന 4 കമ്പ്യൂട്ടർ ഡിവൈസസിൽ ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നുള്ളത്? എ ട്രാക്ക് ബോൾ, ബി CRT മോണിറ്റർ, സി നമ്പർ പാഡ്, ഡി പ്ലോട്ടർ. ഏതാണ്? ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. തന്നിരിക്കുന്നതിൽ CRT മോണിറ്ററും പ്ലോട്ടറും ആണ് ഔട്ട്പുട്ട് ഡിവൈസസ് മാത്രമായിട്ട് ആക്ട് ചെയ്യുന്ന ഡിവൈസസ് എന്നുള്ളത്. Both track ball and number pad are input devices. CRT monitor is an output device that displays visual information on the screen. Plotter is an output device used for printing large-scale images on drawings such as architectural plans. So, building architectural plans, large-scale images, drawings, ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു output device ആണ് plotter എന്നുള്ളത്. Track ball and number pad are input devices, not output. The track ball is a pointing device. And number pad is used for numeric data entry. Match list 1 with list 2. Volt, ring, salt from 52, 50, 49, 48. Match ചെയ്തോളൂ. ഈസിയാണ് ഇത്, വളരെ ഈസിയാണ്. ഒന്ന് കിട്ടിയാൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഈസിയാണ്. സോ ഇത് നല്ലത് ആൽഫബെറ്റ്സിന്റെ ആ ഒരു പൊസിഷണൽ വാല്യൂ ഉപയോഗിച്ചിട്ട് ഒരു ഫൈനൽ വാല്യൂ കിട്ടി അത് രീതിയിൽ മാച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ആൽഫബെറ്റിന്റെ പൊസിഷണൽ വാല്യൂ മീൻസ് എന്റെ പൊസിഷണൽ വാല്യൂ എന്നുള്ളത് 1 ആണ്, ബി 2, സി 3 എന്ന് പറഞ്ഞ് ഇസഡിന് 26 വരെയുള്ള പൊസിഷണൽ വാല്യൂസ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഈ രീതിയിൽ ബിന്റെ പൊസിഷണൽ വാല്യൂ 2, പിന്നെ ഓന്റെ നമ്മൾ കണ്ടെത്തി കൂട്ടുക, എല്ലിന്റെ കൂട്ടുക, ടീന്റെ കൂട്ടുക. അപ്പൊ ഹോൾ ടുഗദർ നമുക്ക് ഒരു സം വാല്യൂ കിട്ടും. ആ സം വാല്യൂ ആയിട്ട് ഇത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക്. സോ ഇത് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ ഒരു കോഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഇജോട്ടി. സോ ഇജോട്ടി മീൻസ് ഇന്റെ വാല്യൂ എന്നുള്ളത് 5 ആണ്. ഇന്റെ പൊസിഷണൽ വാല്യൂ 5, ജെന്റെ 10, ഓന്റെ 15, ടി 20, വൈ 25. സോ അതിന്റെ ഇടയിൽ വരുന്ന ലെറ്റേഴ്സിന് അവിടെ വെച്ച് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ നോക്കാം. സോ ബി നമുക്ക് എന്ത് ചെയ്യാം, 2 ആണെന്നറിയാം, ക്വസ്റ്റ്യൻ അറിയാം അല്ലെ, എ ബി വരും. ഓ എന്നുള്ളത് 15 ആണ് മനസ്സിലായി, ടി എന്നുള്ളത് 20 ആണ് അല്ലെ. പിന്നെ നമ്മൾ കാണേണ്ടത് അല്ല, എൽ ഉണ്ട് അതിന്റെ ഇടയിൽ, എൽ ഉണ്ട്. സോ എൽ മീൻസ് എവിടെ വരും, ABCDFG HIJK L അല്ലെ. 10 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് അല്ലെ, CFG HIJ 10 വരും, K 11, L 12 വരും. ഓക്കെ, L 12 വരും. സോ ഇത് കൂട്ടും നമുക്കൊരു വാല്യൂ കിട്ടും. 15ഉം 20ഉം എത്ര കിട്ടും, 35. 35ഉം 12ഉം 47, 47ഉം 2ഉം 49 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും അല്ലെ. സോ ബോൾട്ട് ഈസ് ഇക്വേറ്റഡ് വിത്ത് 49. സോ A3 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആൻസറിലേക്ക് കടക്കാവുന്നതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായിട്ടോ? നിങ്ങളായിട്ട് ഇങ്ങനെ കുറച്ച് ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ ഓഗസ്റ്റ് 15 അതാണ്, അപ്പം ഓന്റെ വാല്യൂ 15 എന്നുള്ള രീതിയിൽ, 20, ടീന്റെ വാല്യൂ 20 എന്നുള്ള രീതിയിലൊക്കെ, എമ്മിന്റെ വാല്യൂ 13 ആണ്, എം തിരിച്ചിട്ട് ഡബ്ല്യൂന്റെ വാല്യൂ 23 ആണ്. ആ രീതിയിലൊക്കെ കുറച്ച് കോഡ്സ് ഒക്കെ ഉണ്ടാക്കി പഠിച്ചാൽ ഇതെല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പൊതുവെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എളുപ്പത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. Anyway, this is a way to clear. The correct answer is option D. Next question. A 500-meter long train running at a speed of 100 meters per second
crossed a tunnel in 10 seconds. What is the length of the tunnel? So 500 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ, അതിന്റെ സ്പീഡ് എന്നുള്ളത് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതൊരു ടണൽ 10 സെക്കൻഡ് കൊണ്ട് അത് പാസ് ചെയ്തു. സോ ഒരു ട്രെയിൻ ടണൽ പാസ് ചെയ്ത് കംപ്ലീറ്റ് പാസ് ചെയ്യാൻ മീൻസ് അത് ട്രെയിനിന്റെ ദൂരം അത് കവർ ചെയ്യണം, ആ ഒരു ടണലിന്റെ ദൂരം അത് കവർ ചെയ്യണം. അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട ബേസിക് പോയിന്റ് ആണ്. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടണൽ? വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ജസ്റ്റ് ട്രൈ. തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എന്ത് കാണാം? എന്ത് തന്നിട്ടുണ്ട്? ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, ട്രെയിൻ എടുത്ത ടൈം തന്നിട്ടുണ്ട്. രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് കാണാം അല്ലെ? 100 into distance is equal to speed into time, that is 1000 meter. സോ തന്നിരിക്കുന്ന ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇവിടെ ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്നുള്ളത് എന്താണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ടണൽ അല്ലെ? ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോയി എന്ന് പറയുമ്പോൾ ട്രെയിൻ ഇവിടുന്ന് വന്ന് ആ ട്രെയിൻ ഇങ്ങനെ പോയി പിന്നെ അതിന്റെ ഏറ്റവും ഫൈനൽ ബോഗിയും ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ അത് കടന്നു പോകുന്നുള്ളൂ. സോ അതിന്റെ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തും ആ ട്രെയിനിന്റെ ലെങ്ത്തും രണ്ടും കൂടിയാണ് അത് കവർ ചെയ്ത് പോകുന്നത്. അതുപോലെയാണ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ടണൽ എന്നുള്ളത്. ആ ടോട്ടൽ ഡിസ്റ്റൻസ് എന്നുള്ളത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ടണൽ ആണ്. അതാണ് നമുക്ക് കിട്ടിയ 1000 എന്നുള്ളത്. 1000 എന്നുള്ളത് അതിൽ നമുക്ക് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആദ്യമേ തന്നിട്ടുണ്ട് 500 മീറ്റർ അല്ലെ? അത് വെച്ചിട്ട് ലെങ്ത് ഓഫ് ദ ടണൽ കണ്ടൂടെ? 1000 minus 500 meter is equal to 500 meter. So length of the tunnel is equal to 500 meter. The correct answer is option B. Option B ആണ് അതിന്റെ correct answer എന്നുള്ളത്. Next question. Clear ആണോ? Yeah. Which fallacy is committed in the following statement? Tarun cannot be guilty of murder since there is no way Tarun could kill someone. സോ തന്നിരിക്കുന്ന ഒരു ഫെലേഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലെ ഫാലസി ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ പോളിഗ്രാഡിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഫാലസിനെ പറ്റിയിട്ടും ഉള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോസ് കണ്ടവർക്ക് ഭയങ്കര ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഇതിന് സമാനമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ അന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഫാലസി ആണ്. സോ ഫാലേഷ്യസ് സ്റ്റേറ്റ്മെന്റ് മീൻസ് ആ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനെ ഡിറൈവ് ചെയ്ത് കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല, പ്രപ്പോസിഷൻ കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുള്ള വേയിൽ എവിടെയൊക്കെ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എറേഴ്സ് ഒക്കെ പറ്റിപ്പോകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനാണ് നമ്മൾ ഫാലസി എന്ന് പറയും. ഏറ്റവും ബേസിക് ആയിട്ട് ആ രീതിയിൽ മനസ്സിലാക്കാം. സോ അതിന് എന്താണ് ഈ ഫാലസി എന്നുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ഫാലസീസ് ഉണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റിലും ഓരോ ടൈപ്സ് ഓഫ് ഫാലസീസ് ആയിരിക്കും ഉണ്ടാവുക. സോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ ഫാലസീസ് ഉള്ളത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ള ഫാലസിയാണ്. സോ എന്താണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളത്? സോ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് എന്താ? തരുൺ കനോട്ട് ബി ഗിൽറ്റി ഓഫ് മർഡർ. തരുൺ അതിനെന്താണ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? തരുൺ ഒരിക്കലും ഒരാളെയും കൊന്നിട്ടുണ്ടാവില്ല. ലൈക്ക് ആ തന്നിരിക്കുന്ന ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന, അതിനെ ലോജിക്കലിയോ അല്ലെങ്കിൽ റേഷനലിയോ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് അല്ല അവിടെ ഉള്ളത്, രണ്ടാമത് ഭാഗത്തുള്ളത് അല്ലെ? തരുൺ അത് കൊന്നിട്ടുണ്ടാവില്ല, കാരണം തരുണിന് കൊല്ലാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ. സോ അതിന് തുടക്കത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്ന പ്രീ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്ന ആ പോയിന്റിലേക്ക് തന്നെ പിന്നെയും തിരിച്ചെത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനാണ് നമ്മൾ ബെഗിങ് ദ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അതിൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ ആൻ ആർഗ്യുമെന്റ്സ് പ്രിമൈസസ് അസ്യൂം ദ ട്രൂത്ത് ഓഫ് കൺക്ലൂഷൻ. എക്സാമ്പിൾ, ഇതിന് എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ആപ്പിൾ ഐഫോൺ ഇസ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓൺ ദ പ്ലാനറ്റ് ബിക്കോസ് നോ വൺ മേക്സ് ബെറ്റർ സ്മാർട്ട് ഫോൺ ദാൻ ആപ്പിൾ മേക്സ്. സോ ഇതിൽ ബെസ്റ്റ് ആപ്പിളിന്റെ ഐഫോൺ ആണ് ബെസ്റ്റ് എന്ന് പറയാൻ മാത്രം ഒരു എന്താണ് ഒരു പോയിന്റ് എന്താണ് അതിന്റെ കൺക്ലൂഷനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താണ് നോ വൺ മേക്സ് ബെറ്റർ സ്മാർട്ട് ഫോൺ ദാൻ ആപ്പിൾ മേക്സ്. ആപ്പിളിന്റെ സ്മാർട്ട് ഫോൺ ആണ് ബെസ്റ്റ് കാരണം ആപ്പിളിന്റെ സ്മാർട്ട് ഫോണിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്, അതിന് ഇത്ര സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, അതിന്റെ ക്യാമറയ്ക്ക് ഇത്ര ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ തന്നിരിക്കുന്ന ആദ്യത്തെ പ്രിമൈസിനെ കൺക്ലൂഷൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തത്. ഇത് കൺക്ലൂഷൻ പ്രിമൈസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നില്ല, പ്രിമൈസ് മുന്നോട്ട് വെച്ചിരുന്ന അതേ പോയിന്റിലേക്ക് തന്നെയാണ് കൺക്ലൂഷനും പോകുന്നത് അല്ലെ? ആ രീതിയിലുള്ള ഫാലസികളെയാണ് നമ്മൾ ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി എന്ന് പറയാം. തുടക്കത്തിലേക്ക് തന്നെ പിന്നെയും എത്തിച്ചേർന്ന സ്റ്റേറ്റ്മെന്റുകൾ. അങ്ങനെ ഫാലസി അത് തന്നിരിക്കുന്ന ബാക്കിയുള്ള ഓപ്ഷനിലെ ഫാലസീസിലേക്ക് കടക്കുകയാണെങ്കിൽ അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ള ഒരു ഫാലസി. സോ എന്താണ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ളത്? ഒരു സാധനം ഇല്ല എന്ന് ഉണ്ട് എന്ന് തെളിയിക്കാത്തിടത്തോളം കാലം അതിങ്ങനെ ഇല്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഇത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാം?
ദൈവം ഉണ്ട് നിന്നവരാരും തെളിയിച്ചിട്ടില്ല, അല്ലെ? ദൈവം ഉണ്ട് നിന്നവരാരും തെളിയിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ദൈവം ഉണ്ട്. ആ രീതിയിലുള്ള വിശ്വാസങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാ? അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയാം. So appeal to ignorance means these fallacies occur when someone asserts a claim that must be accepted because no one else can prove otherwise. So ദൈവമില്ല എന്ന് ആരും തെളിയിക്കാത്തിടത്തോളം കാലം ദൈവം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ് ചെയ്ത് പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സുകളൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ള രീതിയിലുള്ള ഫാലസി പറയാം. People have been praying to God for years. No one can prove God doesn't exist, therefore God exists. So നമ്മൾ പറയാം എന്താണ്? ഏലിയൻസ് ഉണ്ട്, ഏലിയൻസ് ഇല്ല എന്ന് ആരും തെളിയിക്കപ്പെട്ടില്ല, അതുകൊണ്ട് എന്തുണ്ട്? ഏലിയൻസ് ഉണ്ട്. ആ രീതിയിൽ ഒരു സാധനം ഇല്ല എന്ന് തെളിയിക്കാത്തിടത്തോളം കാലം അതുണ്ട് എന്നുള്ള വിശ്വാസം, ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്, അല്ലെങ്കിൽ ആ ഒരു ഫാലസിയാണ് നമ്മൾ അപ്പീൽ ടു ഇഗ്നോറൻസ് ഫാലസി എന്ന് പറയാറ്. നെക്സ്റ്റ് ടൈപ്പ് ഫാലസി ആണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്നുള്ളത്. സോ ഒരു സ്ലോപ്പ് എന്നല്ല, ഒരു സ്റ്റെയർ കേസിന് സ്ലിപ്പായി നമ്മൾ എന്ത് ചെയ്യും? ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വലിയൊരു ഇമ്പാക്റ്റിലേക്ക് എത്തും. ആ രീതിയാണ് ഈ ഒരു സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയും. സോ ഒരു ചെറിയ കാര്യം ചെയ്താൽ ആ ചെറിയൊരു കാര്യം ഒരു വലിയൊരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കി, ആ ഒരു ചെയിൻ റിയാക്ഷന്റെ അവസാനത്ത് അത് എന്താണ്, ഒരിക്കലും ആ ഒരു ചെറിയൊരു കാര്യം ഇംപ്ലൈ ചെയ്യാത്ത ഒരു റിസൾട്ടിലേക്ക് ലാസ്റ്റ് അത് എത്തിച്ചേരും എന്നൊക്കെ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സിനാണ് നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയാം. So slippery slope advocate believes it will lead to a chain reaction resulting in an undesirable end or ends. The core of the slippery slope argument is that a specific decision under debate is likely to result in unintended consequences. So ഇതിനെ നമ്മൾക്ക് എന്താണ്, നമ്മുടെ പോളിഗ്രാഡിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്ന ക്ലാസ്സസിൽ ഇതിന്റെയൊക്കെയുള്ള എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഫാലസി ആണ് ഓപ്ഷനിൽ തന്ന ഹേസ്റ്റി ജനറലൈസേഷൻ ഫാലസി എന്നുള്ളത്. സോ ഹേസ്റ്റി ജനറലൈസേഷൻ ഫാലസി എന്നുള്ളത് ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. My friend likes to eat a lot of chicken and Pepsi and he is healthy. I can say that chicken and Pepsi are really healthy. So ചെറിയൊരു കാര്യം വെച്ചിട്ട് എന്ത് ചെയ്യാം? ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് അതങ്ങനെയാണ്, അല്ലെങ്കിൽ ലാർജ് സ്കെയിലായിട്ട് അസ്യൂം ചെയ്യുന്നതാണ് നമ്മൾ ഹേസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയാട്ടോ. Some teenagers in our community recently vandalized the park. So teenagers are so irresponsible and destructive. So തന്നിരിക്കുന്ന ഒരു ചെറിയൊരു ക്ലെയിം വെച്ചിട്ട് ലാർജ് അല്ലെങ്കിൽ അൺവാണ്ടഡ് കൺക്ലൂഷനിലേക്കോ എക്സാഗ്രേഷനിലേക്കോ സ്റ്റീരിയോടൈപ്പിംഗിലേക്ക് എത്തുന്ന ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഫാലസീസിനാണ് നമ്മൾ ഹേസ്റ്റി ജനറലൈസേഷൻ ഫാലസീസ് എന്ന് പറയും. സോ ഒരുപാട് ഫാലസീസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is an ancient Indian treatise on problems related to mathematics? ഇപ്പൊ തന്നിരിക്കുന്നതിൽ മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ന്യായസൂത്ര, ഓപ്ഷൻ ബി ലീലാവതി, ഓപ്ഷൻ സി മീമാംസ സൂത്ര, ഓപ്ഷൻ ഡി പ്രമാണവർത്തിക. ഏതാണ്? കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. സോ ലീലാവതി എന്നുള്ളതാണ് മാത്തമാറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റീസ്. ലീലാവതി എന്നുള്ളത് നമ്മുടെ ഗുപ്ത ടൈമിൽ ഭാസ്കര സെക്കൻഡിന്റെ വർക്കാണ് ലീലാവതി എന്നുള്ളത്. സോ മാത്തമാറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു വർക്ക് എന്നുള്ളത് തന്നിരിക്കുന്നതിൽ ലീലാവതിയാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements are true regarding മാക്വലെ? സോ മാക്വലെ എന്നുള്ള നമ്മുടെ ഒരു ഇംഗ്ലീഷ് ഒഫീഷ്യലാണ് ഇന്ത്യയിൽ. എന്താണ്, എഡ്യൂക്കേഷൻ സെക്ടറിലും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിളിലും ലീഗൽ സെക്ടറിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസും വർക്ക്സും സ്റ്റഡീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ്. സോ അദ്ദേഹത്തിനെ പറ്റി താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ സ്റ്റേറ്റ്മെന്റ് എ, he succeeded in replacing Persian with English as the administrative language. He promoted training of English-speaking Indians as teachers. He was inspired by utilitarian ideas. He promoted useful learning. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഏതാണ്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ 4 മാക്വലയെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. സോ അദ്ദേഹമാണ് പേർഷ്യൻ ലാംഗ്വേജിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ആക്കി മാറ്റുന്നത്. ഓഫ് കോഴ്സ് ഹി പ്രൊമോട്ടഡ് ട്രെയിനിങ് ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇന്ത്യൻസ്. ഹി വാസ് ഇൻസ്പയർഡ് ബൈ യൂട്ടിലിറ്റേറിയൻ ഐഡിയാസ്. ഹി പ്രൊമോട്ടഡ് യൂസ്ഫുൾ ലേണിംഗ്. Identify the scale or scales of measurement which would allow ranking of observation. Nominal scale, ordinal scale, interval scale, ratio scale. നോക്കുക, നമ്മുടെ ഇപ്പൊ നമ്മൾ റിസർച്ച് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വാല്യൂസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് സ്റ്റഡി ചെയ്യാനും അല്ലെങ്കിൽ ആ ഒബ്സർവേഷൻസിനെ അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു കുറച്ച്
ടൂൾസ് പോലെയാണ് ഈ ഒരു സ്കെയിൽസ് പറയപ്പെടുക. സ്റ്റീവ്സ് ആണ് ഈ 4 സ്കെയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ നോമിനൽ സ്കെയിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്കെയിലും നമുക്ക് റാങ്കിങ് പോസിബിൾ ആണ്. ലൈക്ക് എന്താണ് ഇതിൽ നോമിനൽ സ്കെയിലിന് ഏറ്റവും ബേസിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ സ്കൂളിൽ നമ്മളൊക്കെ ക്ലാസ് റൂമിൽ നമ്മൾ റോൾ നമ്പർ, സോ റോൾ നമ്പർ 1 അല്ലെങ്കിൽ റോൾ നമ്പർ 30 ഉള്ള ഒരാളുണ്ടാവും, റോൾ നമ്പർ 50 ഉള്ള ഒരാളുണ്ടാവും. ഈ റോൾ നമ്പർ എന്നുള്ളത് ഒരിക്കലും അവരുടെ റാങ്കിങ് അല്ലെങ്കിൽ അവരുടെ പൊസിഷനെ ഡീറ്റർമൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് നോമിനൽ സ്കെയിൽ എന്നുള്ളത്. ആ ഒരു രീതിയിൽ വെറുതെ ജസ്റ്റ് ഒരാൾക്ക് ഓരോ എണ്ണം എന്നുള്ളത്, ഒരിക്കലും അതിനെ റാങ്കിങ്ങോ അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിയിലുള്ള അയാളുടെ എന്താണ് അയാളുടെ കാലിബറോ അല്ലെങ്കിൽ അയാളുടെ ഒരു വാല്യൂ അതുകൊണ്ട് ഡീറ്റർമൈൻ ചെയ്യപ്പെടുന്നില്ല. ആ ടൈപ്പ് ഓഫ് സ്കെയിലാണത് നോമിനൽ സ്കെയിൽ ഉള്ളത്. നോമിനൽ സ്കെയിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാം എന്താണ് നമുക്ക് റാങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ ഒബ്സർവേഷനെ റാങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കെയിൽസ് ആണ്. ഓർഡിനൽ സ്കെയിൽ, ഇന്റർവൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ, ഈ 4 രീതിയിലാണ് സ്കെയിൽസ് ഉള്ളത്. So the correct answer എന്നുള്ളത് B, C and D only, that is option B. Next question. Around 1945, who developed the idea of a stored program computer that was to hold programs and data in a memory, and then data would move between the primary and the processor? Option A, Alan Turing. Option B, Tim Berners-Lee. Option C, Charles Babbage. Option D, John Von Neumann. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി എന്നുള്ളതാണ്. ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ ഫൗണ്ട് ചെയ്ത ആള്. ടിം ബേണേഴ്സ്-ലീ ഈസ് അസോസിയേറ്റഡ് വിത്ത് www. Which of the following statements about computer memories is correct? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ചോദിച്ചത്. HDDs may experience a head crash. SSDs are also known as volatile memory. HDDs do not have any moving parts. Computers usually have more primary memory than secondary memory. So ഇത് റോങ് ആണെന്നുള്ളത് ബേസിക്കലി മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് എ ആണ്. HDDs may experience a head crash എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ HDDs മീൻസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് എന്താണ്? അതിൽ മൂവിംഗ് പാർട്സ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ അതിൽ മൂവിംഗ് പാർട്സ് ഇല്ല എന്നുള്ളതായിരുന്നു സ്റ്റേറ്റ്മെന്റ്. അതിൽ മൂവിംഗ് പാർട്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് എ റീഡ് ഓർ റൈറ്റ് ഹെഡ് ദാറ്റ് ക്യാൻ ക്രാഷ് ഇൻ ദ സ്പിന്നിംഗ് ഡിസ്ക് കോസിംഗ് ഡാറ്റ ലോസ് ഓർ ഡാമേജ് നോൺ ആസ് ഹെഡ് ക്രാഷ്. സോ HDDസിന് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സിന് ഹെഡ് ക്രാഷ് ക്രിയേറ്റ് ചെയ്യും ഉണ്ടാവും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി ട്രൂ ആയി. പിന്നീടാണ് SSDs, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ്. അത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതൊരിക്കലും എന്തല്ല, വോളറ്റൈൽ അല്ല, നോൺ വോളറ്റൈൽ മെമ്മറിയാണ് SSD. Meaning they retain data even when the power is turned off. Many HDDs do have moving parts. Computer usually have more secondary memory than primary memory. So computer ne primary memory RAM ne kaalake adinte secondary memory aayirikkum higher ennallathu. Okay. So the next question. Which of the following statements are correct as per classical Indian school of logic Nyaya? Statement A, Nyaya syllogism has 3 propositions. Nyaya syllogism has 5 propositions. Nyaya syllogism has 3 terms. Nyaya syllogism has 5 terms. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഏതാണ്? കറക്റ്റ് ആൻസർ ഇസ് ബി ആൻഡ് സി ഉള്ളൂ. ന്യായ സിലോജിസത്തിന് 5 പ്രപ്പോസിഷൻസും 3 ടേംസും ഉള്ളത്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ബി ആൻഡ് സി only. സോ ന്യായ സിലോജിസം ഇൻ ഇന്ത്യൻ ക്ലാസിക്കൽ ഇന്ത്യൻ ലോജിക് ഹാവ് 5 പ്രപ്പോസിഷൻസ്. അതിൽ 5 സ്റ്റെപ്സ് എന്നുള്ളത് ഒന്ന് പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമനം. അതിൽ 3 ടേംസ് ആണുള്ളത്, പക്ഷ, സാധ്യ, ഹേതു. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 എന്നുള്ളത് അതിൽ നമ്മുടെ റിസർച്ചിൽ ഫൈൻഡിങ്സ്, നമ്മുടെ റിസർച്ചിന്റെ എത്രത്തോളം അത് വാലിഡ് ആണ്, അക്കൗണ്ടബിൾ ആണെന്നൊക്കെ നമ്മൾ അതിൽ എത്രത്തോളം കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ചെക്ക് ചെയ്യാനുള്ള 2 ടൂൾസ് ആണ് അതിന്റെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും എന്നുള്ളത്. സോ വാലിഡിറ്റി, ഇന്റേണൽ വാലിഡിറ്റിക്കുള്ള ത്രെഡ്സ് ആണ് ലിസ്റ്റ് 2 വന്നിട്ടുള്ളത്. ആ ത്രെഡിന്റെ പേരാണ്, അതിനെ മാച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. മെച്ചുറേഷൻ ത്രെഡ്, ആട്രീഷൻ ത്രെഡ്, ഹിസ്റ്ററി ത്രെഡ്, ടെസ്റ്റിംഗ് ത്രെഡ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫാക്ട് എന്നുള്ളത് ഇന്റേണൽ വാലിഡിറ്റിക്ക് 8 ത്രെഡ്സ് ആണുള്ളത്. സോ ഹിസ്റ്ററി മീൻസ് ഹിസ്റ്ററി ത്രെഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്
പെട്ടെന്ന് ആൻഡ് അൺറിലേറ്റഡ് ഇവന്റ് ഇൻഫ്ലുവൻസ് ദ ഔട്ട്കംസ് ഉള്ളത്. സോ നമ്മളൊരു കമ്പനിയിലെ എംപ്ലോയീസിനെ വെച്ച് സ്റ്റഡി നടത്തി പെട്ടെന്ന് എന്ത് ചെയ്തു, കമ്പനി ആയ എംപ്ലോയീസിനെ മുഴുവനായിട്ട് ലേ ഓഫ് ചെയ്തു, മുഴുവനായിട്ട് പിരിച്ചുവിട്ടു. ആ രീതിയിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റഡീസ് അതുവരെയുള്ള സ്റ്റഡീസിൽ എന്തുണ്ടായി, ഇന്റേണൽ വാലിഡിറ്റിക്ക് ഒരു കോട്ടം സംഭവിച്ചു അല്ലെ. അതാണ് ഹിസ്റ്ററി ത്രെട്ട് എന്നുള്ളത്. സോ ദ മെച്ചുറേഷൻ ത്രെട്ട് എന്നുള്ളത് ദ ഔട്ട്കംസ് ഓഫ് ദ സ്റ്റഡി വാരി ആസ് എ നാച്ചുറൽ റിസൾട്ട് ഓഫ് ടൈം. സോ എന്ത് ചെയ്തു, നമ്മൾ ടെസ്റ്റ് ഒക്കെ നടത്തി കുറെ കാലം കഴിഞ്ഞ് പിന്നീട് എന്താണ് ബാക്കി ടെസ്റ്റ് ഒക്കെ നടത്താൻ വരുമ്പോഴത്തേനെ പല ഓഫീസേഴ്സും അല്ല പല എംപ്ലോയീസും ഓരായിട്ട് തന്നെ പുതിയ കമ്പനിയിലേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോയി, അല്ലെങ്കിൽ പുതിയ ജോബ് സെക്ടറിലേക്ക് തിരിഞ്ഞുപോയി. ആ രീതിയിൽ ആ നാച്ചുറൽ റിസൾട്ട് ടൈം വൈസ് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ മെച്ചുറേഷൻ ത്രെട്ട് എന്ന് പറയും. ഇൻസ്ട്രുമെന്റേഷൻ ത്രെട്ട് മീൻസ് ഡിഫറെന്റ് മെഷേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് ഫേസസ്. ടെസ്റ്റിംഗ് ത്രെട്ട് ദ പ്രീ ടെസ്റ്റ് ഇൻഫ്ലുവൻസ് ദ ഔട്ട്കം ഓഫ് ദ പോസ്റ്റ് ടെസ്റ്റ്. നിങ്ങൾക്ക് അതിന്റെയൊക്കെ എക്സാമ്പിൾസ് അവിടെ ഉണ്ട്, വായിച്ചു നോക്കാം. ഈ രീതിയിലാണ് എന്തുള്ളത്, ഇന്റേണൽ വാലിഡിറ്റിക്കുള്ള 8 ടൈപ്സ് ഓഫ് ത്രെഡ്സ് ഉള്ളത്. ആട്രീഷൻ ത്രെഡ് എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ചെയ്യപ്പെടുക, ആ രീതിയിലൊക്കെ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിൽ തന്നിരിക്കുന്നത് എന്തുണ്ട്, 2 ടാബിലുള്ള ഡാറ്റയാണ് ഈ വർഷത്തെ പേപ്പർ 152 തന്നിട്ടുള്ളത്. സോ ദ ഫോളോയിങ് ടേബിൾ 1 ഷോസ് ദ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് patients of various diseases in the world, and table 2 shows the percentage distribution of all the patients and kidney patients in various continents, namely Europe, Australia, South America, Africa, North America and Asia in the year 2023. Total population of the year 2023 is 800 crore and the 10% of them are patients. Based on the data in the table, answer the questions. മനസ്സിലാക്കുക, 800 crore 10% means ഇതിന്റെ 100% ആണ്, കംപ്ലീറ്റ് ആണ് എന്ത് 800 crore. അപ്പൊ അതിന്റെ 10% എന്നുള്ളത് 80 crore ആയിരിക്കും അല്ലെ, ഒരു 0 പോകണം. അപ്പൊ ടോട്ടൽ വേൾഡിലുള്ള പേഷ്യൻസിന്റെ എണ്ണം എന്നുള്ളത് 80 crore ആണ്. സോ ഈ 80 crore 22% ഹേർട്ട് ഡിസീസസ് ആണ്, എന്താണ് ഹൃദയരോഗമുള്ള ആൾക്കാരാണ്. സോ 80 crore 10% നമുക്ക് എന്തായി എടുക്കാം, ഇവിടെ കംപ്ലീറ്റ് രോഗികളുടെ 100% രോഗികളുടെ എണ്ണാണ് എന്ത് 80 കോടി. അതിന്റെ ഒരു 10% എന്ന് പറയുമ്പോൾ എത്തായിരിക്കും വരിക, 100 ആണെങ്കിൽ 10 എന്നുള്ളത് 8 ആയിരിക്കും വരിക അല്ലെ. അപ്പൊ 22 എന്നുള്ളത് 10 + 10 എന്ത് വരും, 8 crore + 8 crore 16 crore. പിന്നെ ഒരു 2 ഉണ്ട്, 2%. അപ്പൊ നമ്മൾ കാണേണ്ടത് അതിന്റെ 1 crore എന്നുള്ളത് 0.80 lakhs ആയിരിക്കും. ഒരു പോയിന്റ് ഇങ്ങനെ ഇപ്പുറത്തിട്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, 22/100 × 80 എന്നുള്ള രീതിയിലും ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്നുള്ളത് ഈ ഒരു രീതിയിൽ പെർസെന്റേജ് ബേസ് ചെയ്തിട്ട് ആ പൊസിഷൻ എടുത്ത് ചെയ്യാന്നുള്ളതാണ്. എയ്ഡ്സിന് 10% ആണെങ്കിൽ 800 crore 10%, 80 crore 10% എന്നുള്ളത് 8 crore ആണ്. അപ്പം 8% എന്ത് രോഗികൾ ഉണ്ടാവും, എയ്ഡ്സ് പേഷ്യൻസ് ഉണ്ടാവും. ആ രീതിയിൽ എന്ത് ചെയ്യാം, ആദ്യം ആ ഫസ്റ്റ് ചാർട്ടിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ ദ വേൾഡ് എന്നുള്ളത് 80 crore ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഹേർട്ട് പേഷ്യൻസ് എന്നുള്ളത് 22% ആണ്, വിച്ച് മീൻസ് 17.6 crore. ഈ 17.6 crore വരുന്നത് 10% എന്നുള്ളത് 8 കോടിയാണ്. അപ്പൊ 22% പിന്നെ ഒരു 10% വരും, 8 crore. അപ്പൊ ഇവിടെ എന്തായി 16%. ഇനി 1% എന്നുള്ളത് 0.80 lakhs ആണ്, നമ്മൾ ഇപ്പുറത്തേക്ക് പോയിന്റ് ഇടാം. അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെ രണ്ട് രീതിയിൽ 0.80 lakhs വരുമ്പോൾ എന്ത് വരും, 80 ലക്ഷം + 80 ലക്ഷം = 1.6 crore. അപ്പൊ 16 crore + 1.6 crore = 17.6 crore. ഇനി ഇതിലാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് കേട്ടോ. സോ 10% ആണെങ്കിൽ അത് 8 crore ആയിരിക്കും. 8% ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഹാഫ് എടുക്കുക അല്ലെ, 10% ഹാഫ് ആയ 5 എടുക്കുക, പിന്നെ 3% കൂട്ടുക. ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 30% ആകുമ്പോൾ 10% എന്നുള്ളത് 8 കോടിയാണ്. അപ്പൊ 20% 16, 30% 24 crore. കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ ഈ ഒരു ഡാറ്റ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നിരിക്കുന്ന ചോദ്യം എന്നുള്ളത്, if the number of kidney patients in South America decreases by 25%, then what is the percentage decrease in the number of kidney patients in the world? നമുക്ക് ആദ്യം എന്ത് കാണണം, നമ്മുടെ നമ്പർ ഓഫ് കിഡ്നി പേഷ്യൻസ് ഇൻ ദ വേൾഡ് ഓൾറെഡി കണ്ടിട്ടുണ്ട്, അത് 24 crore ആണ്. ഇതിൽ 40% ഉള്ളത് എവിടെയാണ്, സൗത്ത് അമേരിക്കയിലാണ്. അപ്പൊ 24%ന്റെ 40 മീൻസ് 24%ന്റെ നമുക്ക് എന്ത് ചെയ്യാം, അല്ല 24 crore 40% മീൻസ് 24 കോടിയുടെ 10% നമുക്ക് ആദ്യം എടുക്കാം. നമ്മൾ നേരത്തെ ബേസ് ചെയ്ത കാൽക്കുലേഷൻ ആണെങ്കിൽ 24 കോടിയുടെ 10% എത്രയായിരിക്കും, ജസ്റ്റ് നമുക്കൊരു
10ന്റെ പ്ലേസ് ചെയ്തിട്ട് ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അതാണ് 10% എന്നുള്ളത്. 2.4 crore ആയിരിക്കും അല്ലെ. ഇവിടെ ഉള്ളത് നമുക്ക് കാണേണ്ടത് 40%. അപ്പൊ 2.4 into 4 അഥവാ 9.6 crore ആണ് സൗത്ത് അമേരിക്കയിലുള്ള കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം എന്നുള്ളത്. ക്ലിയർ തന്നെ ആവും. തന്നിരിക്കുന്ന വെച്ചാൽ ഇതിൽ 25% സൗത്ത് അമേരിക്കയിലുള്ള കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം 25% ആയിട്ട് കുറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് കാണണം? 9.6 crore-ന്റെ 25% അതിൽ നിന്ന് കുറക്കണം. 25/100 into 9.6 crore എന്നുള്ള രീതിയിൽ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? 25 into നമുക്ക് ഈ ഒരു പൊസിഷനെ ഇങ്ങോട്ടേക്ക് മാറ്റാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാന്നുള്ളതാണ്. $9.6 crore of 25%. ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ഈ ഒരു രീതിയിൽ വരും കേട്ടോ. ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു കണക്കാണ്. 6 വരും. ഈ ഒരു വാല്യൂ നിങ്ങൾ ഇട്ടാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുക 2.4 crore എന്നുള്ള ഒരു വാല്യൂ ആണ്. ഈ 2.4 crore എന്നുള്ളത് ഹോൾ കിഡ്നി പേഷ്യൻസ് ആയ 24 crore-ന്റെ 10% ആണ്. ഓക്കെ, so the answer will be 10%. Next question എന്നുള്ളത്, if the number of patients increases by 10% every year in Europe, then what is the difference between the number of patients in Europe after 2 years and the number of kidney patients in South America in 2023? So തന്നിരിക്കുന്നതിൽ യൂറോപ്പിലെ പേഷ്യൻസിന്റെ എണ്ണം, ഓൾ പേഷ്യൻസിന്റെ എണ്ണം കേട്ടോ, കിഡ്നി പേഷ്യൻസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് നല്ലത് ഓരോ വർഷവും 10% വെച്ച് കൂടും. അങ്ങനെ 2% കഴിഞ്ഞാൽ, അപ്പൊ 10% വെച്ച് ഒന്നാമത്തെ വർഷം കൂടിയാൽ 10%-ന്റെ 10% മീൻസ് ഒന്നല്ലേ, നമ്മുടെ പൊസിഷൻ വാല്യൂ ഇവിടെ ഇട്ടാൽ 1 കിട്ടും. 11%. ഇനി 11%-ന്റെ 10% മീൻസ് 12.1 അല്ലെ. 10% ഇംപ്രൂവ് ചെയ്താൽ 1.1 പിന്നെ കൂടുക. അപ്പൊ 12.1% ആയി നമുക്ക് കിട്ടിയത്. ഈ 12.1% എന്നുള്ളത് 12.1 into 8 crore ടോട്ടൽ പേഷ്യൻസ് എന്നാണ് ഈ 12.1 crore വരുന്നത്. നമുക്ക് ഇത് ഇങ്ങനെ വെട്ടാം അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 121/8 into 8 തന്നെ ചെയ്യാം. 1 8 8 2 16 ശിഷ്ടം 3 1 8 8 1 9 968 കിട്ടി. ഇതിലെന്താണ്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇതിൽ ഈ 100-ന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ എടുത്താൽ 2 പോയിന്റ് മാറിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആൻസർ എടുക്കേണ്ടത്. അപ്പൊ ഇപ്പോഴുള്ള എണ്ണം എന്നുള്ളത് 9.68 crore ആണ്. 2 വർഷം യൂറോപ്പിലെ പേഷ്യൻസിന്റെ എണ്ണം 10% ഇംപ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9.68 crore എന്നുള്ളൊരു വാല്യൂ കിട്ടും. ചോദ്യം ഇതാണ്, then what is the difference between the number of patients in Europe after 2 years and number of kidney patients in South America in 2023? So നമ്മൾ സൗത്ത് അമേരിക്കയിൽ 2023 കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം നേരത്തെ കണ്ടു. അത് എത്രയാണ്? 9.6 crore ആണ്. 9.6 crore ആണ്. യൂറോപ്പിൽ ഇപ്പൊ ഉള്ള പേഷ്യൻസ് എന്നുള്ളത് 9.68 crore ആണ്. സോ 9.68 crore 9.6 crore കുറച്ചാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 8 lakh എന്നുള്ള ഒരു ആൻസർ കിട്ടും. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ, next question. The number of kidney patients in Australia is approximately of the number of patients of heart disease in the world. So number of kidney patients in Australia. അപ്പൊ ഓസ്ട്രേലിയ number of kidney patients എന്നുള്ളത് 5%. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള 24 crore കിഡ്നി പേഷ്യൻസ് ഉണ്ട്. അതിന്റെ 5% ഇവിടെ ഉള്ളത്, ഓസ്ട്രേലിയയിൽ ഉള്ളത്. സോ 24 crore-ന്റെ 5% മീൻസ് 24 crore-ന്റെ 10% എന്നുള്ളത് 2.44 crore ആണ്. അപ്പൊ 5% എന്നുള്ളത് അതിന്റെ പ്രകൃതിയായ 1.2 crore ആണ്. ഓക്കെ, സോ നമുക്ക് കാണേണ്ടത് നമ്പർ ഓഫ് പേഷ്യൻസ് ഓഫ് ഹേർട്ട് ഡിസീസ് ഇൻ ദ വേൾഡ്. സോ നമ്പർ ഓഫ് പേഷ്യൻസ് ഓഫ് ഹേർട്ട് ഡിസീസ് ഇൻ ദ വേൾഡ് ടോട്ടലിന്റെ 22% ആണ് വേൾഡിലെ ഹേർട്ട് പേഷ്യൻസ്. ദാറ്റ് മീൻസ് എത്രയാണ് എണ്ണം? 17.6 crore ആണ്. 17.6 crore ആണ്. അപ്പൊ നമുക്ക് 2 വാല്യൂം കിട്ടി. ഇനി അതിന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് കാണുന്നത്. അപ്പൊ 1.2/17.6 into 100 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, സോ 1.2 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? 120/17.6. സോ ഈ പോയിന്റ് ഒഴിവാക്കാനുള്ള പർപ്പസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 2നെയും 10 കൊണ്ട് ഗുണിച്ചു വിചാരിക്കാം. 1200/156.
സോ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം, ഏകദേശം ഏത് രീതിയിൽ വെച്ച് മൾട്ടിപ്ലൈ ഹരിച്ചാൽ ആ വാല്യൂ കിട്ടുന്നൊരു ധാരണ ഉണ്ടാവണം. 176 10 കൊണ്ട് ഗുണിച്ചാൽ എന്തായാലും എന്തായി, അതൊരു 17,060 എന്നുള്ള വാല്യൂ ആയി അല്ലെ, 1760 എന്നുള്ള വാല്യൂ. സോ അത്രയും നമുക്ക് വേണ്ട, അതിനൊരു പകുതിയോട് അടുത്ത് നമുക്ക് എടുക്കാം. സോ തന്നിരിക്കുന്ന ഓപ്ഷന് മൊത്തം എന്താണ് 5ലും 6ലൊക്കെ തുടങ്ങിയതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം 5 കൊണ്ട് ഹരിച്ചു നോക്കാം ആ ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ. നമുക്ക് 6 ചെയ്ത് നോക്കാം. 6 × 176 എത്ര കിട്ടും നോക്കാം. 6 6 36 ശിഷ്ടം 3, 7 6 42 3 5 ശിഷ്ടം 4, 1 6 6 4 10, 1056 മൈനസ് ചെയ്യുമ്പോൾ 10 4 പോയി 4, 9 5 പോയ 4, 1 0 പോയ 0 1 1 1 0, അപ്പൊ 144 കിട്ടി. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം 0. പിന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും മനസ്സിലായി, 6 തുടങ്ങുന്ന ആൻസർ ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതും വെട്ടാം ഇതും വെട്ടാം. നമ്മൾ കൺഫ്യൂഷൻ ഉള്ളത് 6.01 ആയിരിക്കുമോ 6.82 ആയിരിക്കും എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, നേരത്തെ 1056 കിട്ടുന്ന വാല്യൂ തന്നെ എന്താണ് നമ്മൾ 156നെ 6 കൊണ്ട് ഗുണിച്ചിട്ടാണ് 1056 കിട്ടിയത്. അപ്പൊ ഇനി 156നെ 6നേക്കാൾ വലിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലല്ലേ 1440 എന്നുള്ള വാല്യൂ കിട്ടുള്ളൂ അല്ലെ. 156നെ 6 കൊണ്ട് ഗുണിച്ചപ്പോൾ നിങ്ങൾക്ക് 1056 എന്നുള്ളൊരു വാല്യൂ കിട്ടുകയാണെങ്കിൽ 156നെ 6നേക്കാൾ വലിയൊരു വാല്യൂ കൊണ്ട് ഗുണിച്ചാൽ ഇനി 1440 എന്ന് കിട്ടുള്ളൂ. സോ എന്തായാലും 6.01 ആയിരിക്കില്ല, 6.8 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും. അപ്പൊ 6.82 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഡാറ്റ. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. 9.6 സ്ക്വയറിന്റെ 25% എടുക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ 10% എടുക്കാം. 0.96 ആയിരിക്കും അതിന്റെ 10% അല്ലെ. 25 എന്ന് പറയുമ്പോൾ പിന്നെയും ഒരു 0.96 നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതിന്റെ പകുതി 5% മീൻസ് 10%ന്റെ പകുതി 0.48. അപ്പൊ ഇതാണ് 9.6 ക്രോറിന്റെ 25% എന്നുള്ളത്. അപ്പൊ 6 6 12 6 12 12 8 എന്തായി 120 ശിഷ്ടം 1 അല്ലെ. 10 19 19 23 4 ആണല്ലോ വേണ്ടത്. സോറി 20 ആണ്. ഓക്കെ, അപ്പം 2.40 എന്ന് കിട്ടും. ഈ ഒരു വാല്യൂ എന്നുള്ളത് 2.40. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സോ നമുക്ക് ചോദിച്ച ചോദ്യം എന്നുള്ളത് ഹോൾ ടുഗദർ വേൾഡിലെ കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം എന്നുള്ളത് 24 crore ആണ്. 24 crore ആണ് ഹോൾ പെർസെന്റേജ്. അതിന്റെ 40% എവിടെയുള്ളത്, സൗത്ത് അമേരിക്കയിൽ ഉള്ളത്. ഹോൾ പെർസെന്റേജിന്റെ 40% സൗത്ത് അമേരിക്കയിലുള്ളത്. അപ്പൊ നമ്മൾ ചോദ്യം ചോദിച്ചത് അതിന്റെ 25% കുറഞ്ഞാൽ, അതിന്റെ 25% കുറഞ്ഞാൽ then what is the percentage decrease in the number of kidney patients in the world. സോ നമുക്ക് അതിന്റെ 25% ആദ്യം കാണും. സൗത്ത് അമേരിക്കയിലുള്ള കിഡ്നി പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണത്തിന്റെ 25% എന്നുള്ളത് എന്താണ് 2.40 ആണ്. സോ അത് ടോട്ടൽ ആയിട്ടുള്ള 24 crore-ന്റെ 10%. സോ ദ ആൻസർ ഈസ് 10%. So we have discussed. Hope it is clear for you. ഇതിലെ മനസ്സിലാവാത്ത ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത വീഡിയോസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ പേഴ്സണൽ അഡ്രസ്, സോഷ്യൽ ഡ്രാമ, നെറേറ്റീവ്സ്, സൈലൻസ്. ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 2 ഉള്ളത് സീക്വൻഷ്യൽ അക്കൗണ്ട്സ് ടോൾഡ് ആൻഡ് റീടോൾഡ് ഫ്രം എ പെർട്ടിക്കുലർ വ്യൂ പോയിന്റ്, സബ്ജക്ട് ടു എ കമ്മ്യൂണിറ്റീസ് റൂൾസ് ഓഫ് ഫോർ അപ്രോപ്രിയേറ്റ് കണ്ടക്ട്, points to self and others in interaction, invokes local socio-cultural rules for behavior. So then the correct answer എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. A3, B4, C1, D2. So we have concluded this session. Thank you.